ഈ ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരുണ്ട്. 2 ടൈപ്പല്ല പല ടൈപ്പ് ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും ഞാനോ കുടുങ്ങി ഇനി വേറെ ആരും കുടുങ്ങരുത് എന്നുള്ള മനസ്ഥിതി ഉണ്ടാവും. ചില ആൾക്കാർ വിചാരിക്കും ഞാനോ കുടുങ്ങി ഇനി ഓനും കുടുങ്ങട്ടെ എന്നുള്ള ദുഷ്ട മനസ്സുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഞാനെന്നൊക്കെ പറയണമെങ്കിൽ എൻ്റെ ശരിക്കുള്ള റിയലായ കോഴി വളർത്തൽ അനുഭവമാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണത്. എൻ്റെ റിയൽ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും ഇതൊരു സ്ഥിരവരുമാനമായിട്ട് കൊണ്ടുപോകാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. ഒരു സൈഡ് ബിസിനസ്സായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയുന്നുണ്ട്. ഈ സ്ഥിരവരുമാനമാക്കാൻ പറ്റൂല എന്ന് പറയേണ്ട പ്രധാന കാരണം എന്താ വെച്ചാൽ, എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ ഈ മേഖലയിൽ നമുക്ക് എല്ലാ കാലത്തും ഒരുപോലെ സെയിൽ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ സെയിലൊന്ന് കമ്മിയാവണ സമയം ഉണ്ടാവും. അപ്പോൾ എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് ഇത്ര പൈസ കിട്ടും, ഇത്ര കോഴി എന്തായാലും സെയിലാവുമെന്ന് ഉറപ്പിച്ച് ആർക്കും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിമാൻഡ് കൂടിയും കുറഞ്ഞും നിൽക്കും. ചിലപ്പോൾ ആൾക്കാർക്ക് നല്ല ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ വാങ്ങിക്കേ ഇല്ല. അങ്ങനെ ആൾക്കാർ വാങ്ങിയാലും ഇല്ലെങ്കിലും തീറ്റ ചെലവ് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് അത് നഷ്ടമല്ല, നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് ഇത് ഒരിക്കലും സ്ഥിര വരുമാനമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വിചാരിക്കും പിന്നെ എല്ലാവരും വിചാരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്താ പിന്നെ നഷ്ടമാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഇങ്ങനെ ഒത്തുപോകില്ലെങ്കിലും പിന്നെ സ്ഥിര വരുമാനം അല്ലെങ്കിലും പിന്നെ ഞാൻ എന്തിനാ അത് കൊണ്ടെടുക്കണമെന്നൊക്കെ ചിലർക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പം തന്നെ. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴി വളർത്തലും പ്രവാസ ജീവിതമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. ഒരിക്കൽ നമ്മളിതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ വയ്യാലെ തന്നെ ആയിപ്പോവും. അപ്പോൾ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ആൾക്കാർ ഗൾഫിൽ പോകുന്നുണ്ട്. കടം കുടുങ്ങി മുടിഞ്ഞ് നാട്ടിൽ നിൽക്കപ്പുറത്തില്ലാതെ ഗൾഫിൽ പോണവരുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കി വന്നിട്ട് നാട്ടിൽ കൂടാന്നുള്ള ഉദ്ദേശത്തിൽ പോണവരുണ്ട്. ഈ 2 രീതിക്ക് പോയ ആൾക്കാരോ പിന്നോട് ഒരിക്കലും നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അവിടെ ചെന്നാൽ അവിടുത്തെ പൈസ തോനെ കിട്ടും. അവിടെ പൈസ തോനെ കിട്ടുമ്പോൾ ആവശ്യങ്ങളും കൂടും. നാട്ടിലുള്ളവർ ഓരോ ആവശ്യങ്ങൾ പറയും. അപ്പോൾ പിന്നെ അവർക്ക് വിചാരിക്കുക 2 കൊല്ലം കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് പോയ ആൾ 20 കൊല്ലം കഴിഞ്ഞാലും പിന്നെയും കഴിയില്ല. എന്താ വെച്ചാൽ അവിടെ സ്ഥിര വരുമാനമുണ്ട്, അത്രയും വരുമാനം ഇവിടെ കിട്ടൂല. അപ്പോൾ അത് സ്ഥിരമായി അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കോഴി വളർത്തലും ഒക്കെ ഒരു ലഹരി പോലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോഴി വളർത്തി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അവസാനിപ്പിക്കുകയാണ്, പെട്ടെന്ന് ഒരു സ്ഥലത്തിനും കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിക്കും ഒരു 2 കോഴി അവിടെ നിന്നോട്ടേ എന്ന് മനസ്സിലായിരിക്കും. അപ്പോൾ വിചാരിക്കും അത് ഏതായാലും ഇപ്പോൾ മുട്ടയിടല്ല, അതിൻ്റെ മക്കളൊന്ന് വിരിഞ്ഞ് കണ്ടിട്ട് ഒഴിവാക്കാം. മക്കളെ വിരിഞ്ഞ് കാണുമ്പോൾ വിചാരിക്കും നല്ലൊരു മക്കളാണ്, ഇവരെ കൊടുക്കാൻ തോന്നില്ല, ഇതൊന്ന് വലുതായി കണ്ടോട്ടെ. അങ്ങനെ ഇതിങ്ങനെ നീണ്ട് ചങ്ങലയായിട്ട് പോവുക. അല്ലാതെ നമുക്ക് നിർത്തണം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ നിർത്താൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ പ്രവാസ ജീവിതം കോഴി വളർത്തലൊക്കെ ഒരുപോലെയാണെന്ന്. അത് നമുക്ക് ഇതിനോടൊരു താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്താനേ കഴിയൂല. നമ്മളിങ്ങനെ വിചാരിക്കും നിർത്തണമെന്ന്, പക്ഷെ നിർത്താൻ കഴിയില്ല. വലിയ ലാഭം ഉണ്ടായിട്ടൊന്നല്ല, മനസ്സിൻ്റെ ഒരു ചെറിയ സമാധാനത്തിനും ഒരു നേരം പോക്കിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുനടക്കുന്നത്. അങ്ങനെയാണ് പലരും. പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ ഓരോരോ ടിപ്സൊക്കെ പറയുമ്പോൾ ഈ കോഴി വളർത്തി വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു മടുപ്പായിട്ട് തോന്നും. അങ്ങനെയുള്ളവർ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ എല്ലാ ആൾക്കാരെ വിചാരിച്ചിട്ടുമാണ് ഇത് പറയുന്നത്. 1-2 ആളൊന്നല്ല, ഓരോ ദിവസം പുതിയ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. പുതിയതായിട്ട് കോഴിനെ വളർത്തുന്നവർ, പുതിയ കൂട് വാങ്ങി പുതിയതായിട്ട് ഒന്നും ഒരു അറിവില്ലാത്തവർ പോലും ഇതിലേക്ക് വരുന്നവരുണ്ട്, ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ചെറിയ അറിവുകൾ നമ്മൾ പറയുന്നത്. എന്നാലും മാക്സിമം റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പൂവന് ഈ ഒരു രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂവൻ്റെ കൂടെ എത്ര പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 പെട മതി എന്ന് പറയും. ചിലവർ പറയും 6 മതി, ചിലവർ പറയും 8 മതി, 10 മതി, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൂവൻ്റെ കൂടെ 8 പെട എന്തായാലും വേണം കേട്ടോ. ഒരു പൂവൻ്റെ കൂടെ 8 പെട നമ്മൾ നിർത്തണം. എന്തിനാ വെച്ചാൽ നമ്മൾ ഈ കോഴികൾ മുട്ടയിട്ട് അടാവുമല്ലോ, അടാകുമ്പോൾ 8 പെട ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം അട കിടക്കുകയെന്ന് വിചാരിക്കുക. 3 എണ്ണം അട കിടക്കുകയാണെങ്കിൽ പിന്നെ 2 എണ്ണം പിന്നെ കുഞ്ഞുങ്ങളെ വിരിച്ച് കുഞ്ഞുങ്ങളെ കൂടെ നിൽക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ബാക്കി 3 ആൾ പൂവൻ്റെ ഒപ്പം ഉണ്ടാവും. പൂവൻ്റെ കൂടെ നമ്മൾ പെടകളെ വിടുകഴിഞ്ഞാൽ പൂവന് വേഗം അയൽപക്കത്തൊക്കെ പറന്നു പോയി മരത്തിലൊക്കെ കയറിയിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള പൂവനൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പൂവൻ്റെ ഒപ്പം എപ്പോഴും നമ്മൾ ഒന്ന് കൂടുതൽ പെടകളെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ഒരു 8 എണ്ണം ഉണ്ടായാലുള്ളൂ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ഒരേ സമയത്ത് എങ്ങനെ ഇടാവുക, ഒരേ സമയത്ത് എങ്ങനെ മക്കളെ കൂടെ നിൽക്കുക എന്നൊക്കെ, അതൊക്കെ നമ്മളെ ടെക്നിക്ക് അനുസരിച്ചാണ്. അതായത് ഇപ്പോൾ കോഴി മുട്ടട്ട് ഒരേ ബാച്ചിലുള്ള കോഴികളൊക്കെ ഒരേ ടൈമിലായിരിക്കും മുട്ടട്ട് ഒരു 5 കോഴി ഒരുമിച്ച് പൊരുതിയെന്നായിരിക്കുക. അപ്പോൾ 5ന് ഒരുമിച്ച് അട വെക്കരുത്. അപ്പോൾ നമ്മൾ ഒരു 3 എണ്ണത്തിനായിട്ട് അട വെക്കുക. 3 എണ്ണത്തിന് അട വെച്ചിട്ട് ബാക്കി 2 എണ്ണത്തിൻ്റെ പൊരുത്ത് മാറ്റി വിടുക. പൊരുത്ത് മാറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവൻ്റെ ഒപ്പം പോയിക്കോളൂ. പിന്നെ ഒരടുത്ത ബാച്ച് മുട്ടയിടുമ്പോൾ ഇവർ മക്കളെ കൂടെ ആയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളൊരു മുടടാനും ആയിട്ടുണ്ടാവും. അങ്ങനെ എപ്പോഴും കുറച്ചാൾ അടവ് എടുക്കുക, കുറച്ചാൾ കുട്ടികളെ കൂടെ, കുറച്ചാൾ പൂവൻ്റെ കൂടെ. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കൊണ്ടുപോകാനായിട്ട്.
അങ്ങനെ കൊണ്ടായുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലും വലിയ അസുഖങ്ങളൊക്കെ ഒന്നായിട്ട് വരികയാണെങ്കിൽ ഈ അടച്ചിടുന്ന കോഴികൾക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് വരില്ല. എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെയാണ്, എനിക്ക് കുറച്ച് കോഴികളൊക്കെ ബാക്കിയായി കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏപ്രിലൊക്കെ ഭയങ്കര അസുഖം വന്നിട്ട് എല്ലാവരും ചത്തുപോയി. അന്ന് എനിക്ക് ഏകദേശം 3 കോഴികൾ അട കിടക്കുന്നുണ്ടേനി, 3 എണ്ണം മക്കളെ കൂടെ ഉണ്ടേനി. അപ്പോൾ ഓരൊക്കെ 6 ആളായി. പിന്നെ എനിക്ക് 5 മാസമായ കുറച്ച് കോഴികളും ഉണ്ടായിനി. അവരൊക്കെ വലുതായി കിട്ടിയപ്പോൾ ഓരൊക്കെ കൂടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നമുക്ക് പുറത്ത് കുറച്ച് കോഴികളായത് കേട്ടോ. അല്ലെങ്കിൽ മുഴുവനും പുറത്തുകളാണെങ്കിൽ എല്ലാം അന്ന് പോയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പറഞ്ഞുള്ളൂ, ടെട്രാസൈക്ലിൻ്റെ പൗഡർ കലക്കി എല്ലാവർക്കും കൊടുത്തൊക്കെ ചെയ്തുകൊണ്ട് അന്ന് എന്തോ ഒരു ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാണ് കുറച്ചൊക്കെ കോഴികൾ കേട്ടോ. പിന്നുള്ളതാണ് കോഴികൾക്ക് അസുഖം വരുന്നത്. ഒരുവിധം എല്ലാവർക്കും നേരിടുന്ന പ്രശ്നമാണത്, കോഴികൾക്ക് അസുഖം വരുന്നത്, കോഴിക്കുട്ടികൾ വളർന്ന് വലുതാവാതെക്കുന്നത്. ഇതൊക്കെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് നഷ്ടമല്ല, നമുക്ക് ഒരു മടുപ്പ് കുടുങ്ങിപ്പോട്ടെ. അപ്പോൾ കോഴികൾക്ക് അസുഖം വരുമ്പോൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അസുഖം വന്നതിനെ മാറ്റിയിടുക എന്നൊക്കെ, മരുന്ന് കൊടുക്കുക എന്നൊക്കെ. അപ്പോൾ എന്ത് മരുന്ന് കൊടുക്കണോ, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഡൗട്ടാണ്. അപ്പോൾ അത് അവിടെ ഇവിടെ ഇങ്ങനെ ചോദിച്ച് ക്ലിയർ ആയിരിക്കാതെ നമ്മൾ വേഗം തന്നെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകാൻ. ഞാൻ എല്ലാ വീഡിയോയിലും അതന്നെ പറയുന്നത്. പിന്നെ കോഴീൻ്റെ അവസാന നിമിഷങ്ങളാകുമ്പോൾ കോഴി തീറ്റ എടുക്കാതായി ക്ഷീണിച്ചിട്ടാണ് അത് ചത്തുപോകുക. അധിക കോഴിക്കും വരുന്നതാണ് നെഞ്ചുണക്ക്. പിന്നെ അടക്കോഴികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടക്കോഴികൾക്ക് കോഴിപ്പേൻ വരാതെ വെക്കണം. അപ്പോൾ ദിവസവും തുറന്ന് വിടണം, അടക്കോഴികളെ തുറന്ന് വിടണം. എല്ലാ കോഴികൾക്കും എന്നും തുറന്ന് വിട്ടാൽ അത്രയും നല്ലത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴക്കൊരാക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ലേശം ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്. എപ്പോഴും കൂട്ടിലിട്ട് വളർത്തുന്നതിനെക്കാട്ടിയും പുറത്തിറക്കി വിടുന്ന കോഴികൾക്കാണ് ആരോഗ്യം ഉണ്ടാവുക കേട്ടോ. പിന്നെ കോഴിക്കുട്ടികളെ എപ്പം തൊട്ട് പുറത്തിറക്കാമെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. കോഴിക്കുട്ടികളെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 4 മാസത്തിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് വിടാൻ പറ്റുള്ളൂ കേട്ടോ. പരുന്ത് റാഞ്ചിന് ആ ഒരു പ്രായം കഴിയണം. എന്നിട്ട് അല്ലാതെ നമുക്കോനും മക്കളെ നമ്മൾ നെറ്റിലൊക്കെ ആക്കിയിട്ടൊക്കെ പുറത്തിറക്കാം. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ഇറക്കലുണ്ടേനി, പക്ഷേ ഇപ്പോൾ ഒരൊറ്റ ബാച്ചിനെയും പുറത്തിറക്കില്ല. ഒന്നാമത് മഴയാണ്, പിന്നെ നമ്മൾ നെറ്റ് കൂട് കേടാണ്, പുറത്തിറക്കണ നെറ്റ് കൂടൊക്കെ പൊളിഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്കോയി മക്കളൊക്കെ കൂട്ടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവൽ കേട്ടോ. ആരും ഒന്നും വിടല്ലേ, ഇവരൊന്നും മുറ്റം കണ്ടിട്ട് പോലുമില്ല. ഈ കോഴികൾ വളർന്ന് പിരിഞ്ഞ് ഇത്രയായി 2 മാസത്തോളമായി ഇതുവരെ പുറം ലോകം കാണാത്ത കോഴികളാട്ടോ അതൊക്കെ. 3 മാസമായാലും ഒക്കെ ഞാനിപ്പോൾ 4 മാസം അതിൻ്റെ ശേഷം കറക്റ്റ് വിടലുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളെ നെറ്റ് കൂടൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ആദ്യമൊക്കെ ഇങ്ങനെ വിടലുണ്ടായിനി പുറത്തിറക്കാൻ. ഇപ്പോൾ മഴയാണ്, കൂടുമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം പുറത്തിറക്കില്ല. പിന്നെ ഈ പുറത്തിറക്കാത്ത കോഴികൾക്ക് അടിയിൽ നെറ്റുള്ള ടൈപ്പ് കൂടാട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ കാഷ്ടത്തിൽ നിൽക്കുമ്പോൾ അമോണിയ ശ്വസിക്കും, ആ പ്രശ്നങ്ങളൊന്നും വരില്ല, അസുഖങ്ങളും വരില്ല. അപ്പോൾ അടിയിൽ നെറ്റുള്ള ടൈപ്പ് മരം ആയിക്കോട്ടെ കമ്പി ആയിക്കോട്ടെ കൂട്, അടിയിൽ നെറ്റ് ഉണ്ടെങ്കിൽ കാഷ്ടം നിൽക്കില്ല. അപ്പോൾ കോഴികൾക്ക് വല്ലാതെ അങ്ങോട്ട് പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ കോഴിക്കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ പലരും ചെയ്യണ ഒരു വലിയ തെറ്റാണ് ചോറ് കണ്ടമാനം വാരി കൊടുക്കുകയാണ്. കുറേ ഇട്ട് കൊടുക്കും കോഴികൾക്കും കോഴിക്കുട്ടികൾക്കൊക്കെ. പണ്ടത്തെ കാലത്തൊക്കെ ചോറ് തന്നെയല്ലേ കൊടുത്തിനതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ളത്. കോഴികൾക്ക് ആരോഗ്യത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സ്ഥിരമായിട്ട് സ്റ്റാർട്ടർ കൊടുക്കണം, ഗ്രോവർ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഈ ചോറിൻ്റെ അളവ് ലേശം കുറയ്ക്കുക. കുറേ പച്ചിലകൾ പുല്ലൊക്കെ കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. കൂട്ടിലിട്ട് വളർത്തുന്നവരുടെ കാര്യമാണ് ഈ പറയണത്. അപ്പോൾ ചിലർ പറയും നമ്മളെല്ലാ മരുന്നും കൊടുക്കുന്നുണ്ട്, കഞ്ഞിക്കുറുക്കൽ, തുളസി, പച്ചമരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും കോഴിക്കുട്ടിക്ക് ഒരു ഉഷാറില്ല, കോഴികൾ ഉണങ്ങി തൂങ്ങി നിൽക്കുകയാണ്, വലിപ്പം വെക്കണില്ല, തൂക്കം വെക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തതാണ് കേട്ടോ. നമ്മൾ ചോറ് മാക്സിമം കൊടുക്കാതൊക്കെ, കോഴിക്കുട്ടികൾക്ക് ചോറ് കൊടുക്കരുത്. കുറച്ചൊന്ന് ചെറിയ അളവിൽ കൊടുത്താൽ മതി ചോറ് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കുക. എപ്പോഴും തീറ്റ പാത്രത്തിൽ തീറ്റ ഉണ്ടാവരുത്. നമ്മൾ ഒരു നേരം കൊടുത്തിട്ട് പിറ്റത്തെ നേരം ആകുമ്പോഴത്തേന് അത് കാലിയായിരുന്നു. അപ്പോൾ ഇവർക്കൊന്ന് എന്താ പറയുക, കൂട്ടിലൊക്കെ ഓടിപ്പാഞ്ഞ് നടന്ന് ഒരു ആരോഗ്യം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഫുൾ ടൈം തീറ്റ ഉണ്ടാകുമ്പോൾ ഇവർ പുറത്തിറങ്ങണില്ല, ആക്ടിവിറ്റിയും ഇല്ല. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര കേടാണ്. അങ്ങനെ തീറ്റ വേണമെന്നില്ല നാടൻ കോഴികൾക്ക്. ശരിക്കും 2 നേരം മതി എന്നൊക്കെ പറയാം. ഞാനെന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് 3 നേരം കൊടുക്കും കേട്ടോ. കുറഞ്ഞ അളവിലാണെങ്കിലും 3 നേരമായിട്ട് ഞാൻ കൊടുക്കലുണ്ട്. പിന്നെ വിരിഞ്ഞിറങ്ങിയ മക്കൾക്കൊക്കെ നമ്മൾ മഞ്ഞൾ വെള്ളം കൊടുക്കുക. പിന്നെ തള്ളക്കോയിൻ്റെ കൂടാണെങ്കിൽ തന്നെ കുറേ അധികം കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കുക. മഴയൊക്കെ ആണെങ്കിൽ ഒരുപാടെണ്ണം, ചിലരൊക്കെ കാണാം ഇൻക്യുബേറ്ററിൽ ഒന്നായിട്ട് ഇറക്കിയിട്ട് തള്ളക്കോയിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളവർക്ക് ബൾബൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഉള്ളതാണ് വെള്ളത്തിൻ്റെ ബോട്ടിൽ. വെള്ളം മാക്സിമം കൂടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാതെ നോക്കുക. ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ വെള്ളത്തിന് കൊടുക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വീഡിയോസിലൊക്കെ പലതും കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ. മറ്റേ ആ പരന്ന പാത്രം വെക്കണേക്കാട്ടി നല്ലത് ആ നെറ്റുമ്പോൾ കൊളുത്തിയിടുന്ന പാത്രമുണ്ട് വെള്ളത്തിൻ്റെ. അതിൽ കുറച്ച് വെള്ളമേ കൊള്ളുള്ളൂ, എന്നാലും അത് നല്ലൊരു പാത്രം കേട്ടോ. അത് ഉള്ളിൽ കൂടിയും കൊടുക്കാം, നമുക്ക് പുറത്തു കൂടിയും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം.